താനൂർ പന്തക്കൽ രാധാകൃഷ്ണന്റെ സൗഹൃദത്തിന്റെ രുചി നാടറിഞ്ഞു. എല്ലാ വർഷവും ഓണസദ്യ തന്റെ വീട്ടിൽ കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് ഉണ്ണാറുള്ള ഹോട്ടൽ വ്യാപാരിയായ രാധാകൃഷ്ണൻ ഇത്തവണ തന്റെ സുഹൃത്തുക്കൾക്ക് വിരുന്നൊരുക്കിയത് രുചി ഫുഡ്സിലായിരുന്നു. 250ഓളം പേരാണ് രാധാകൃഷ്ണന്റെ രുചി അറിഞ്ഞത്. താനൂർ പന്തക്കൽ രാധാകൃഷ്ണൻ ഓണത്തിനൊരുക്കിയത് മറ്റൊരു സൗഹൃദത്തിന്റെ കഥയാണ്. താനൂർ പരപ്പനങ്ങാടി റോഡിൽ രുചി ഹോട്ടൽ നടത്തുന്ന രാധാകൃഷ്ണൻ എല്ലാ ഓണക്കാലത്തും ഓണസദ്യ ഒരുക്കി തന്റെ സുഹൃത്തുക്കളെയും അയൽവാസികളെയും വീട്ടിലേക്ക് ക്ഷണിക്കും. എന്നാൽ ഇത്തവണ പതിവൊന്ന് മാറ്റി വിരുന്ന് തന്റെ ഹോട്ടലിലാക്കി. ഹോട്ടൽ തുറന്നെന്ന് കരുതി ഭക്ഷണം കഴിക്കാനെത്തിയവർ മുമ്പിൽ സദ്യ വിളമ്പിയത് കണ്ട് തെല്ലൊന്നമ്പരന്നു. പിന്നീടാണ് ഇവർക്കും കാര്യം പിടികിട്ടിയത്. അയൽവാസികളായും സുഹൃത്തുക്കളുമായി 100ഓളം പേരെയാണ് വിരുന്നിനായി ക്ഷണിച്ചത്. എന്നാൽ സദ്യയിൽ പങ്കാളികളായതാകട്ടെ 250ഓളം പേർ. എല്ലാം ചുരുങ്ങുന്ന ഈ കാലത്ത് സൗഹൃദം ഊട്ടിയുറപ്പിക്കാനാണ് ഇത്തരത്തിൽ ചിന്തിച്ചതെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. ഏറെ വ്യത്യസ്തമായ ഒരു ഓണമാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഞങ്ങൾ വീട്ടിൽ മാത്രം ഒതുങ്ങാറുള്ള ഓണം പ്രാവശ്യം ഞാനും എൻ്റെ സഹപ്രവർത്തകരും വളരെ വിപുലമായ രീതിയിൽ ഞങ്ങൾ കടയിൽ വെച്ചുകൊണ്ട് തന്നെ ആഘോഷിക്കുകയാണ്. ഇന്ന് ഞാൻ ക്ഷണിക്കപ്പെട്ടത് അതുപോലെ തന്നെ ഇവിടെ എത്തിയ എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഒരു ഓണവും അതോടൊപ്പം നല്ലൊരു സദ്യ എത്തിക്കൊണ്ട് ഞാൻ ഈ ഓണം മലയാളികൾക്കൊപ്പം പങ്കിടുകയാണ്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരെയും നന്മ നിറഞ്ഞ 1000 ആശംസകൾ. സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തവർക്കാകട്ടെ നിറഞ്ഞ സംതൃപ്തിയും. നന്നായിട്ടുണ്ട്. നല്ലൊരു ഓണസദ്യയായിരുന്നു. ഇതുവരെ അനുഭവിക്കാത്ത ഒരു ഓണാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ കടയുടെ ഓണർക്കും പ്രത്യേക ഓണാശംസകൾ. വിരുന്നിൽ പങ്കെടുത്തവർക്ക് സദ്യ വിളമ്പാൻ രാധാകൃഷ്ണന്റെ ഭാര്യ രമ്യയും പങ്കാളിയായി. ഹോട്ടലിലെ പാചകത്തൊഴിലാളികൾ തന്നെയാണ് സദ്യയും ഒരുക്കിയത്. ഭക്ഷണത്തിന് കഴുത്തറപ്പൻ വില ഈടാക്കുന്ന ഈ കാലത്താണ് രാധാകൃഷ്ണൻ സൗഹൃദത്തിന്റെ വിരുന്നൊരുക്കി മാതൃകയായത്.